അടുത്ത കാലത്തെങ്ങും ഇത്രയും എൻജോയ് ചെയ്ത് സത്യൻ അന്തിക്കാട് ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തോന്നും ഹൃദയപൂർവ്വം കണ്ടിറങ്ങുമ്പോൾ. അത്രമേൽ ചിരിപൂക്കുന്ന 2.5 മണിക്കൂർ, ചിരിയോരത്ത് ഒരൽപ്പം കണ്ണീര് പൊടിയുന്ന ജീവിത മുഹൂർത്തങ്ങളും. എല്ലാ അർത്ഥത്തിലും ഇതൊരു സത്യൻ അന്തിക്കാട് സിനിമ തന്നെ. പക്ഷെ ന്യൂജൻ വൈബിൽ പുതുതലമുറയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പൂനെ എന്ന പുത്തൻ പശ്ചാത്തലത്തിൽ സിംഗ് സൗണ്ടിൽ പുതിയൊരു ലാലേട്ടനെ അവതരിപ്പിക്കുന്നു എന്നതാണ് പടത്തിന്റെ പുതുമ. ഇത് ഹൃദയബന്ധങ്ങളുടെ കഥയാണ്, ഓർഗാനിക് ആയൊരു കഥ. കഥ തുടങ്ങുന്നത് കൊച്ചിയിലാണ്. അവിടെ ലഞ്ച് ബോക്സ് എന്ന ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുകയാണ് മോഹൻലാലിന്റെ കഥാപാത്രം സന്ദീപ് ബാലകൃഷ്ണൻ. ഹൃദയ തകരാറുള്ള സന്ദീപ് പെട്ടെന്നൊരു ദിവസം ഹൃദയം മാറ്റിവെക്കൽ സർജറിക്ക് വിധേയനാകുന്നു. പൂനെയിൽ അപകടത്തിൽ മരിച്ച കേണൽ രവീന്ദ്രനാഥാണ് ഡോണർ. സർജറി വിജയമായി. തുടർന്ന് സന്ദീപിനെ പൊന്നുപോലെ നോക്കാനെത്തുകയാണ് ഹോം നഴ്സ് ജെറി. പ്രേമലൂരിലൂടെ ഹിറ്റായ സംഗീത് പ്രതാപാണ് ആവേശത്തിൽ. അങ്ങനെയിരിക്കെ തന്റെ വിവാഹ നിശ്ചയത്തിന് സന്ദീപിനെ പൂനെയിലേക്ക് ക്ഷണിക്കാൻ കേണൽ രവീന്ദ്രനാഥിന്റെ മകൾ ഹരിത കൊച്ചിയിലെത്തുന്നു. ജെറിക്കൊപ്പം സന്ദീപ് പൂനെയിലെത്തുന്നതും ഹരിതയുടെ വിവാഹ നിശ്ചയത്തെ തുടർന്നുള്ള നാടകീയ കഥാമുഹൂർത്തങ്ങളുമാണ് സിനിമ. സത്യൻ അന്തിക്കാടിന് കുടുംബം വിട്ടൊരു കഥയും സിനിമയുമില്ല. പുതിയ തലമുറയ്ക്കും ഈ കുടുംബകഥ ഇഷ്ടമാകുമെന്ന് ഉറപ്പ്. അങ്ങനെയാണ് ഇതിന്റെ കഥ പറച്ചിലും മേക്കിങ്ങും. ഇതിൽ പുതിയ തലമുറയുടെ ജീവിതമുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, വർത്തമാനങ്ങളുണ്ട്, അവരുടെ യൂട്യൂബ് കാഴ്ചകളുണ്ട്, അവരുടെ വാക്കും വൈബും ഉണ്ട്, അവരുടെ സിനിമാ സ്വപ്നങ്ങളുണ്ട്. ഇതിനെല്ലാം സന്ദീപിന്റെ ഹൃദയകഥയുമായി ബന്ധവുമുണ്ട്. മക്കൾക്കൊപ്പം പുതുമയുടെ ഭാഷയും താളവും പറഞ്ഞ് ജീവിക്കുന്ന സത്യൻ അന്തിക്കാടിന് എത്രനാൾ ന്യൂ ജനറേഷനെ കണ്ടില്ലെന്ന് നടിക്കാനാകും? അഖിൽ സത്യന്റെ കഥ, അനൂപ് സത്യന്റെ സംവിധാന സഹകരണം. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. നൈറ്റ് കോൾ എന്ന ഷോർട്ട് ഫിലിം എഴുതി സംവിധാനം ചെയ്ത് സത്യൻ അന്തിക്കാടിന്റെ ഹൃദയത്തിലിടം നേടിയ സോനു ടി.പി എന്ന പുതുമുഖ തിരക്കഥാകൃത്ത്. ഹൃദയം തൊടുന്ന പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയ ജസ്റ്റിൻ പ്രഭാകരൻ എന്ന സംഗീത സംവിധായകൻ. പൂനെയുടെ സൗന്ദര്യം അപ്പാടെ പകർത്തി അതിൽ കഥാപാത്രങ്ങളുടെ വേറിട്ട ജീവിത കൗതുകങ്ങൾ കൊരുത്തുവെച്ച അനു മൂത്തേടത്ത് എന്ന ക്യാമറാമാൻ. ചെറുപ്പക്കാരുടെ പുത്തൻ ടീമിനൊപ്പം സിനിമ ചെയ്യാൻ കൂടിയതിന്റെ അടയാളങ്ങളെല്ലാം ഹൃദയപൂർവ്വം സിനിമയിലുണ്ട്. നമുക്ക് അടുത്തറിയാവുന്നവരാണ് സത്യൻ അന്തിക്കാടിന്റെ കഥാപാത്രങ്ങൾ. സംഗീതിന്റെ കഥാപാത്രം ജെറിയും അങ്ങനെ തന്നെ. സിനിമയുടെ 90% സീനുകളിലും മോഹൻലാൽ സംഗീത് കോംബോയുടെ വൈബുണ്ട്. ഹോം നഴ്സായി വരുന്ന ജെറി പതിയെ പതിയെ സ്നേഹം പൊടിയുന്ന ശാസനകളിലൂടെ സന്ദീപിന്റെ ഹൃദയവാതിൽ അയാൾ അറിയാതെ തുറന്നു കയറുന്നു. ജെറിയുടെ മുഖഭാവങ്ങളിലും വർത്തമാനങ്ങളിലും കൗണ്ടറുകളിലും ചിരി വിടരുന്ന എത്രയെത്ര സീനുകളാണ് ഹൃദയപൂർവ്വം സിനിമയിൽ. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് പൂനെയിൽ വന്ന് ഇടിവാങ്ങണോ, ഹാർട്ട് പോലെ നടു മാറ്റിവെക്കാനാവില്ലല്ലോ എന്നിങ്ങനെ പോകുന്നു കൗണ്ടറുകൾ. പഴയ ജഗതി മോഹൻലാൽ, ശ്രീനിവാസൻ മോഹൻലാൽ കോംബോ പോലെ രസകരം, ജനപ്രിയം. മാളവികയും സംഗീതയുമാണ് കഥയിലെ നായികമാർ. പൂനെയിൽ ജനിച്ചു വളർന്ന ഹരിതയായി വേഷത്തിലും ഭാഷയിലും സ്റ്റൈലിലും മിന്നിത്തിളങ്ങാൻ മാളവികയ്ക്കപ്പുറം മറ്റൊരു ചോയ്സ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അച്ഛനെ നഷ്ടമായെങ്കിലും ആ ഹൃദയം സന്ദീപിൽ തുടിക്കുന്നു എന്നതിൽ ആശ്വാസം കണ്ടെത്തുന്ന ഹരിത. ഭർത്താവിൽ നിന്ന് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത സോറി എന്ന വാക്ക് സന്ദീപിൽ നിന്ന് കേൾക്കുമ്പോൾ അയാളോട് അടുക്കുന്ന സംഗീതയുടെ കഥാപാത്രം ദേവിക. 2ാം വരവിൽ സംഗീതയുടെ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളിൽ മുൻനിരയിലാണ് ഗ്രേസ്ഫുൾ ലുക്കുള്ള ദേവിക. കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളുമാണ് സത്യൻ അന്തിക്കാട് സിനിമകളുടെ ജീവൻ. സന്ദീപിന്റെ ജീവിതത്തിൽ നിറയെ പ്രവചനങ്ങളുമായി തുടരുന്ന ജനാർദ്ദനൻ കഥാപാത്രം ചിറ്റപ്പനും, സന്ദീപിന്റെ കോടിക്കണക്കിനുള്ള ആസ്തികളിൽ കണ്ണും നട്ട് കപടസ്നേഹം നടിക്കുന്ന സിദ്ദിഖിന്റെ OK പണിക്കരും, അപകടത്തിൽ മരിച്ച കേണൽ രവീന്ദ്രനാഥന്റെ അവസാന ചിന്ത എന്തെന്നറിയാൻ അടങ്ങാത്ത വെമ്പലുമായി ആ ഹൃദയം ഉള്ളിലുള്ള സന്ദീപിന്റെ പിന്നാലെ കൂടുന്ന ലാലു അലക്സിന്റെ ജേക്കബും നിരന്തരം ചിരിവിടർത്തി കഥയിൽ നിറയുന്നു. ഇത്തവണ സർപ്രൈസ് ഉണ്ടോ? തീർച്ചയായും. ആക്ടിംഗിലും ശോഭിക്കുന്ന 2 മുൻനിര യുവ സംവിധായകരും മോഹൻലാലിന്റെ നായികയായിട്ടുള്ള ഒരു നടിയും നിർണായക വേഷങ്ങളിലുണ്ട്. അതിന്റെ വിശേഷങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരില്ലാത്ത ലാൽ സിനിമകളില്ല എന്നത് പകൽ പോലെ സത്യമായതിനാൽ അത് മാത്രം മറച്ചുവെക്കുന്നില്ല. നിഷാന്റെ കഥാപാത്രത്തിലെ സസ്പെൻസും സിനിമയിലൂടെ അറിയാം. ഇത്തവണ ടെലിവിഷനിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നുമൊക്കെ ചിലരുണ്ട് സത്യൻ സിനിമയിൽ. വിവാഹ ദിവസം സന്ദീപിനെ പറ്റിച്ച് കാമുകനൊപ്പം ഒളിച്ചോടുന്ന രജനി മോഹനായി വേഷമിടുന്നത് അളിയൻസിലെ ലില്ലിയായി ഹിറ്റായ സൗമ്യയാണ്. മറുമായത്തിലെ പ്യാരിജാതൻ സലീം ഹസനും ഇൻസ്റ്റഗ്രാം താരങ്ങളായ അമൽ താഹ, അരുൺ പ്രദീപ്, ദേവരാജൻ തുടങ്ങിയവരും നിർണായക വേഷങ്ങളിൽ തിളങ്ങുന്നു. മാളവികയ്ക്കൊപ്പമുള്ള ഒരു സീനിൽ ലാലേട്ടൻ പാടുന്ന പറന്നു പറന്ന് പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ എന്ന പഴയൊരു പാട്ടുശകലവും, ജേക്കബ് സന്ദീപിന് സമ്മാനിക്കുന്ന റീബാൻ ഗ്ലാസും, 2ാം പകുതിയിലെ ലാലേട്ടന്റെ കലക്കൻ സ്റ്റണ്ടും, പൂനെ വീട്ടിലെ വേലക്കാരി പല്ലവിയും, ചെറുതെങ്കിലും ചിരിപ്പിക്കുന്ന ബാബുരാജന്റെ കഥാപാത്രവും, പൂനെ വീട്ടിലെ പെറ്റ് ഡോഗ് സ്കൂബിയുമൊക്കെ ഈ ഉത്സവ ചിത്രത്തിലെ കളറുകളാണ്. ലാൽ വൈബ് ഇഷ്ടമുള്ളവർക്ക്, ഹൃദയബന്ധങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക്, കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക്, പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുക്കാം. ഇത് പുതുരക്തത്തിന്റെ കരത്തിൽ സത്യൻ അന്തിക്കാട് ഒരുക്കിയ സാമൂഹിക പ്രസക്തിയുള്ള പുത്തൻ കഥയാണ്. ബെറ്ററായ ഒരു ജീവിതം തന്നതിന് നന്ദിയെന്ന് ഇതിൽ മോഹൻലാലിന്റെ കഥാപാത്രം സന്ദീപ് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. ബെറ്ററായ ഒരു സിനിമ തന്നതിന് നന്ദിയെന്ന് പ്രേക്ഷകരും പറയുകയാണ്.